നമസ്കാരം. ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കുകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പഠിക്കാനായി പോകുന്നത് 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി അതിലെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്ന കഥകളതി മോഹനം എന്ന കാവ്യഭാഗമാണ്. ഇത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ക്ലാസ് മുഴുവൻ കണ്ടിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകൾ രേഖപ്പെടുത്തണം. ചെയ്യുമല്ലോ? നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. തുഞ്ചത്തെഴുത്തച്ഛൻ. ഇതാ ഈ ചിത്രം ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. എഴുത്തച്ഛനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഞാൻ ലിഖിത രൂപത്തിൽ നിങ്ങൾക്ക് നൽകുകയാണ്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നീ നിലകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രാചീന കവിത്രയത്തിലെ ഭക്തകവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതെ, ഇത്രയും ഭാഗത്തു നിന്നും നമുക്ക് പല ചോദ്യങ്ങളും ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ആധുനിക മലയാള ഭാഷയുടെ പിതാവാര്? കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാര്? അതുപോലെ ഭക്തകവിയായി അറിയപ്പെടുന്നതാര്? ആരാണ്? ഒരേ ഉത്തരം തന്നെയാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതുകൂടാതെ പ്രാചീന കവിത്രയം നമുക്കറിയാം, ഒന്ന് എഴുത്തച്ഛനാണ്, മറ്റു രണ്ടുപേർ ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ. 16ാം നൂറ്റാണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് തൃക്കണ്ടിയൂരാണ് ജന്മസ്ഥലം. ഇന്ന് ആ സ്ഥലം തുഞ്ചൻ പറമ്പ് എന്നറിയപ്പെടുന്നു. തുഞ്ചൻ പറമ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ വളരെ പ്രസിദ്ധമായ സ്ഥലം. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കൂ. അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം എന്നിവയാണ്. ഇനി നമുക്ക് ഒരു പ്രവേശകം നൽകിയിട്ടുണ്ടല്ലോ, OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു കഥാഭാഗം. അതിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക. ഒരു മനുഷ്യന് ഏതൊരു കാര്യവും സുഗമമായും വ്യക്തമായും അവതരിപ്പിക്കാൻ മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കൂ. നമ്മുടെ മനസ്സിലെ ചിന്തകളും ആശയങ്ങളും വികാരങ്ങളുമെല്ലാം പൂർണ്ണമായും പ്രതിഫലിപ്പിക്കാൻ സാധിക്കുക മാതൃഭാഷയിലൂടെയാണ്. പെറ്റമ്മയെ പോലെ വാത്സല്യവും സ്നേഹവും മാതൃഭാഷ നമുക്ക് നൽകുന്നു. മഹാകവി വള്ളത്തോൾ എൻ്റെ ഭാഷ എന്ന കവിതയിൽ മാതൃഭാഷയെ പെറ്റമ്മയായും മറ്റു ഭാഷകളെ വിരുന്നുകാരിയായും കാണുന്നു. മാതൃഭാഷയിലൂടെ സംസാരിക്കുന്നത് അമ്മ വിളമ്പി തരുന്ന ആഹാരം പോലെ സ്വാദിഷ്ടമാണെന്നും മറ്റു ഭാഷകളിലൂടെയുള്ള സംസാരം ഹോട്ടൽ ഭക്ഷണത്തിന് തുല്യമാണെന്നും വള്ളത്തോൾ പറയുന്നു. നമ്മുടെ മനസ്സിലെ ഭാവന, നാം കാണുന്ന സ്വപ്നങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇവയിലൂടെ അനായാസം സഞ്ചരിക്കാൻ മാതൃഭാഷ നമ്മെ സഹായിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ചില വൺ വേഡ് ചോദ്യങ്ങൾ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചില ചോദ്യങ്ങൾ നൽകുന്നു. അതിന്റെ ഉത്തരവും നൽകുന്നു. താഴെ പറയുന്നവയിൽ OV വിജയന്റെ കൃതി ഏത്? ആലാഹിയുടെ പെൺമക്കൾ, മറന്നുവെച്ച വസ്തുക്കൾ, മഗ്ദലന മറിയം, ഗുരുസാഗരം. നാല് ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് എടുത്തെഴുതണം.
ഈ മാതൃകയിലായിരിക്കും എക്സാമിന് ചോദ്യങ്ങൾ വരിക. ഏതാണ് OV വിജയന്റെ കൃതി? ഗുരുസാഗരം. വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ. അടിവരയിട്ട പദം പിരിച്ചെഴുതുക. വെള്ളിത്തളിക. വെള്ളി പ്ലസ് തളിക ചേർത്തെഴുതുമ്പോൾ അത് വെള്ളിത്തളിക എന്നാകുന്നു. ഇത് ദ്വിത്വ സന്ധിയിൽ വരുന്നു. എന്താണ് ദ്വിത്വസന്ധി? നമ്മൾ ഇവിടെ ചേർത്ത് എഴുതിയപ്പോൾ രണ്ടാമത്തെ പദം, അതിന്റെ ആദ്യത്തെ അക്ഷരം ത എന്ന, തളിക എന്നതിന്റെ ത, അതിനെന്ത് സംഭവിച്ചു? ത ഇരട്ടിച്ച് ഇത്ത എന്നായി മാറി അല്ലെ, തയായി മാറി. അപ്പോൾ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം ഇരട്ടിച്ചു വരുന്നതാണ് ദ്വിത്വസന്ധി. അടുത്തത് മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി. അടിവരയിട്ട പദം പിരിച്ചെഴുതുക. തിരുമ്മി ഉടച്ചു. തിരുമ്മി പ്ലസ് ഉടച്ചു ചേർത്തെഴുതിയപ്പോൾ തിരുമ്മി ഉടച്ചു. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഇവിടെ സന്ധി ആഗമ സന്ധിയാണ്. ആഗമം എന്നാൽ വരുക എന്നർത്ഥം. ഇവിടെ ആരാണ് വന്നിരിക്കുന്നത്? പുതിയതായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. ചേർത്തെഴുതിയപ്പോൾ ഇവിടെ യ എന്ന അക്ഷരം, യകാരം വന്നു ചേർന്നിരിക്കുന്നു, ആഗമിച്ചിരിക്കുന്നു. അപ്പോൾ പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ പുതിയതായിട്ട് ഒരു വർണ്ണം അല്ലെങ്കിൽ അക്ഷരം ആഗമിക്കുമ്പോൾ, വന്നു ചേരുമ്പോൾ ആ സന്ധിക്ക് പറയുന്ന പേര് ആഗമസന്ധി. പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി. പഞ്ചതാരപ്പൊടി അടിവരയിട്ട പദം പിരിച്ചെഴുതുക. നിങ്ങൾക്കിത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സന്ധിയും പറയാൻ പറ്റും അല്ലേ? ഏതാണ് സന്ധി? ദ്വിത്വസന്ധി. ഇവിടെ ചേർത്തെഴുതിയപ്പോൾ രണ്ടാമത്തെ പദത്തിന്റെ ആദ്യത്തെ അക്ഷരം പ, അത് ഇരട്ടിച്ചിരിക്കുന്നു. മറ്റൊരു ചോദ്യം. ഭീഷ്മ സമാനൻ അരിനിവഹത്തിന് അടിവരയിട്ട പദത്തിന് സമാന പദം എഴുതുക. നിവഹം, അതാണ് അടിവരയിട്ടിരിക്കുന്നത്. രണ്ടർത്ഥം ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്, കൂട്ടം എന്നും സമൂഹം എന്നും. രണ്ടും ശരിയുത്തരമാണ്. ഇതാ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണസുഖം അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതുക. എങ്ങനെയാണ് അത് വിഗ്രഹിക്കുക? കർണത്തിന്റെ സുഖം. മറ്റൊന്ന്, വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ. അടിവരയിട്ട പദം വെള്ളിത്തളിക, അത് വിഗ്രഹിക്കണം. എങ്ങനെ വിഗ്രഹിക്കും? വെള്ളി കൊണ്ടുള്ള തളിക. പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്ത കവി. നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന 4 ഉത്തരങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. കവിത്രയത്തിൽ ഉൾപ്പെടുന്നതല്ല, ഉൾപ്പെടാത്ത കവി. ഉത്തരം വള്ളത്തോൾ. ഭരദ്വാജ നന്ദനൻ എന്ന് പറയുന്നത് ആരെയാണ്? കർണനാണോ, ദ്രോണരാണോ, ദുര്യോധനനാണോ, ഭഗദത്തനാണോ? കണ്ണടച്ച് ഉത്തരം എഴുതാം നമുക്ക് അല്ലെ? ഉത്തരം ദ്രോണർ. ഇതാ മറ്റൊരു ചോദ്യം. പഞ്ചവർണ്ണക്കിളിക്ക് കവി നൽകുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ എന്തെല്ലാം? അവയുടെ സവിശേഷത എന്ത്? കണ്ടെത്തി അവതരിപ്പിക്കുക. കവിയുടെ മനസ്സ് തെളിഞ്ഞ് സന്തോഷത്തോടെ കുറുക്കി കുറുക്കി കൊഴുത്ത പാലിൽ പഞ്ചസാരപ്പൊടി ചേർത്ത് കുഴമ്പാക്കിയതും, കദളിപ്പഴക്കൂട്ടത്തിൽ നിന്നും നല്ലത് നോക്കി തെരഞ്ഞെടുത്ത് കൈകൾ കൊണ്ട് പതുക്കെ തിരുമിയുടച്ച് തേനും ചേർത്ത് അതിൽ വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതും വെള്ളിത്തളികയിൽ വെവ്വേറെ വച്ചിരിക്കുന്നു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിൽ വെല്ലം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നമ്മുടെ പാഠം എടുത്ത സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നില്ല. വെല്ലം എന്ന വാക്കിന്റെ അർത്ഥം ശർക്കര എന്ന് തന്നെയാണ്. വടക്കൻ മലബാറിൽ, കേരളത്തിൽ വടക്കൻ മലബാറിൽ ശർക്കരയ്ക്ക് വെല്ലം എന്ന് പറയുന്നുണ്ട്.
ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കവി ഇവിടെ വെല്ലവും ശർക്കരയും, അല്ലെങ്കിൽ ഒരേ പദം തന്നെ 2 തവണ ശർക്കര ശർക്കര എന്ന് ആവർത്തിച്ചു വരണ്ട, അത് അപ്രായോഗികമാണ്, അല്ലെങ്കിൽ പ്രയോഗഭംഗി നഷ്ടപ്പെടുത്തും എന്നതിനാലായിരിക്കാം അദ്ദേഹം വെല്ലവും ശർക്കരയും എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും വെല്ലം എന്ന വാക്കിന്റെ അർത്ഥം ശർക്കര എന്ന് തന്നെയാണ്. ഇനി ബാക്കി ശ്രദ്ധിക്കൂ. ദാഹമുണ്ടെങ്കിൽ ഇഷ്ടമനുസരിച്ച് കുടിക്കുന്നതിനായിട്ട് നല്ല മധുരമുള്ള നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും തേനുമെല്ലാം എടുത്തു വച്ചിരിക്കുന്നു. കവി ഒരുക്കിയിരിക്കുന്ന വിഭവങ്ങളെല്ലാം പക്ഷികൾക്ക് ഏറെ പ്രിയമുള്ളതാണ്. കവിയോട് കഥ പറയുന്ന പഞ്ചവർണ്ണക്കിളി ഇഷ്ടത്തോടെയും അതിലേറെ സ്വാദോടെയും ഇവയെല്ലാം ഭക്ഷിച്ച് കവി ആവശ്യപ്പെടുന്ന കഥ സന്തോഷത്തോടെ സ്പഷ്ടമായും വ്യക്തമായും പറഞ്ഞു കേൾപ്പിക്കുക തന്നെ ചെയ്യും. ശരിയല്ലേ? ഇതാ, ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കേ ചുരുക്കി ഞാൻ. പഞ്ചവർണ്ണക്കിളി പറയുന്ന വാക്കുകളാണ്. ഈ വരികളുടെ ആശയം വ്യക്തമാക്കുക. ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഇതിഹാസ കൃതികളിൽ ഒന്നാണ് മഹാഭാരതം. അതിലെ കഥകളെല്ലാം വിസ്തരിച്ച് പറയുക ദുഷ്കരമാണ്. ദുഷ്കരം, ബുദ്ധിമുട്ട്, ശ്രമകരം. കവി പഞ്ചവർണ്ണക്കിളിയോട് കഥ പറയാൻ ആവശ്യപ്പെടുമ്പോൾ എല്ലാം വിസ്തരിച്ച് ചൊല്ലാൻ കഴിയുകയില്ലെന്നും ആയതിനാൽ കനക്കെ ചുരുക്കി ചൊല്ലാമെന്നും കിളി പറയുന്നു. ആശയം നഷ്ടപ്പെടാതെ കാര്യങ്ങൾ വ്യക്തമായും ചുരുക്കിയുമാണ് എഴുത്തച്ഛൻ രചനകൾ നിർവഹിച്ചിട്ടുള്ളത്. നീട്ടിപ്പരത്തി എഴുതുന്നതിന് പകരം മഹാഭാരത കഥയുടെ സത്ത ഉൾക്കൊള്ളിച്ച് കാവ്യം ഉജ്ജ്വലമാക്കുകയാണ് കവി ചെയ്തത്. എഴുത്തച്ഛൻ കൃതികൾ മനുഷ്യ മനസ്സിൽ ചിരകാല പ്രതിഷ്ഠ നേടിയതിന്റെ കാരണവും ഇത് തന്നെയാണ്. ഇതാ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. കർണന്റെ ഈ നിലപാട് വർത്തമാനകാല സമൂഹത്തിൽ എത്രമാത്രം പ്രസക്തമാണ്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം അല്ലേ? ഭീഷ്മ പിതാമഹൻ യുദ്ധഭൂമിയിൽ പരാജിതനായി ശരശയനത്തിലായതോടെ സുയോധനൻ കൗരവ സൈന്യത്തിന്റെ അടുത്ത സേനാപതിയായി കർണനെ നിയോഗിക്കാൻ തീരുമാനിക്കുന്നു. കർണനോട് ഇക്കാര്യം സുയോധനൻ പറയുന്നതാണ് സന്ദർഭം. സുയോധനന്റെ വാക്കുകൾ കേൾക്കാൻ സുഖമുള്ളത് തന്നെയാണ്. എന്നാൽ തന്നെക്കാൾ സേനാപതിയാകാൻ യോഗ്യനും അർഹനുമായിട്ടുള്ള ഭരദ്വാജപുത്രനായ ദ്രോണർ നമ്മുടെ കൂടെയുണ്ട്. ഇന്നുള്ള എല്ലാ യോദ്ധാക്കളിലും പ്രബലനായ അദ്ദേഹത്തെ സേനാപതിയാക്കുന്നതാണ് ഉചിതമെന്നുമുള്ള കർണന്റെ വാക്കുകൾ കേട്ട് സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകം ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് കർണനെ പോലെ ത്യാഗമനോഭാവമുള്ളവർ കുറവാണ്. പൂന്താനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചൊല്ലിക്കലഹിച്ച് ഏതു വിധത്തിലുമുള്ള അധർമ്മവും ദുഷ്ടതയും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യരാണുള്ളത്. പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് അർഹമല്ലാത്ത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എത്രയോ ആളുകളാണുള്ളത്. കർണന്റെ നിലപാട് നാം മാതൃകയാക്കേണ്ടതാണ്. ലഭ്യമായ സേനാപതി സ്ഥാനം സ്വീകരിക്കാതെ ദ്രോണാചാര്യർക്ക് നൽകാൻ പറയുന്ന കർണൻ ത്യാഗത്തിന്റെ പ്രതിരൂപമാണ്. സത്യവും ധർമ്മവും വ്രതമായി സ്വീകരിച്ച സൂര്യ തേജസ്സായ കർണനെ പോലെ നാം ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് സമൂഹ നന്മയ്ക്കും നാടിനും അഭിവൃദ്ധിയുണ്ടാക്കും. അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ
തെളിഞ്ഞെഞ്ചെവി രണ്ടും കുളിർക്കപ്പറക നീ. കുളിർക്കപ്പറക. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. ചെവി രണ്ടും കുളിർക്കപ്പറക, കർണസുഖം എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചല്ലോ. കർണസുഖത്തെ വ്യത്യസ്തമായി ആവിഷ്കരിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇത്. രണ്ട് സന്ദർഭങ്ങളിലും ആശയത്തെ വ്യത്യസ്തമാക്കുന്നത് എന്തെല്ലാമാണ്? സ്വാഭിപ്രായം, സ്വന്തം അഭിപ്രായം സമർത്ഥിക്കുക. കവി പഞ്ചവർണ്ണ കിളിയോട് തന്റെ രണ്ട് ചെവികളും കുളിർപ്പിക്കുന്ന വിധം കഥകൾ പറയാൻ ആവശ്യപ്പെടുന്നു. കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. അത്തരം കാര്യങ്ങൾ കേൾക്കുന്നത് ചെവികൾക്ക് കുളിർമയും മനസ്സിന് സന്തോഷവും നൽകും. കൗരവ സേനാപതിയായി കർണനെ നിയോഗിക്കുന്ന കാര്യം ദുര്യോധനൻ കർണനോട് പറയുമ്പോൾ താൻ കേട്ടത് കാതിന് സുഖം നൽകുന്ന കാര്യമാണെന്നും എന്നാൽ അങ്ങ് എന്നോട് പറഞ്ഞ ഈ കാര്യം എന്റെ മനസ്സിലുണ്ടാകുമെന്നും മറ്റാരും ഇതറിയുകയില്ലെന്നും അർത്ഥമാക്കുന്നു. ആദ്യത്തേതിൽ കാതുകൾക്ക് ഇഷ്ടമായ കാര്യങ്ങൾ പറയാൻ ആവശ്യപ്പെടുമ്പോൾ രണ്ടാമത്തേതിൽ ആവശ്യപ്പെടാതെ കർണത്തിൽ കേട്ടത് സുഖകരമാണെന്നും അത് ന്യായപൂർവം തിരസ്കരിക്കുന്ന മനോഭാവവും തെളിഞ്ഞു കാണാവുന്നതാണ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമിനി നിർണയം. കല്യാണ സൗഗന്ധികം തുള്ളലിലെ ഒരു ഭാഗം കുഞ്ചൻ നമ്പ്യാർ എഴുതിയത്. മറ്റൊന്ന്, ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കിനാൻ ഞാൻ. അത് നമുക്ക് പഠിക്കാനുള്ള കഥകളതിമോഹനം എന്ന കാവ്യത്തിലെ ഒരു വരി. മുകളിൽ നൽകിയ കവി വചനങ്ങൾ ഭാഷയുടെ ഏതെല്ലാം സവിശേഷതകളാണ് വ്യക്തമാക്കുന്നത്? കാവ്യഭാഗങ്ങൾ വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. ആദരവോടെയാണെങ്കിലും അധികമായി കോരി വിളമ്പിയാൽ എത്ര സ്വാദേറിയ ഭക്ഷണത്തിനും സ്വാദില്ലാതെയാകുമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. എഴുത്തച്ഛനാകട്ടെ നന്നായി ചുരുക്കി പറയാം എന്ന് പറയുന്നു. ആഹാരം ആവശ്യത്തിന് കഴിക്കുമ്പോൾ അതിന് സ്വാദുണ്ടാകും. എത്ര നല്ല ഭക്ഷണം എന്ന് നമ്മൾ പറയും. എന്നാൽ എത്ര പ്രിയപ്പെട്ടതായാലും സ്വാദുള്ളതായാലും അധികമായാൽ സ്വാദ് തോന്നുകയില്ല. ഇതുപോലെയാണ് ഭാഷാ പ്രയോഗത്തിന്റെ കാര്യമെന്നാണ് ഇവിടെ വിവക്ഷിതം. നീട്ടിപ്പരത്തി പറയാതെ കാര്യമാത്ര പ്രസക്തമായി ചുരുക്കി പറയണമെന്നർത്ഥം. അമിതമായ ഭക്ഷണം പോലെയാണ് അധികമായ ഭാഷാ പ്രയോഗം. ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയുമാണ് വേണ്ടത്. അതുപോലെ ഭാഷാ പ്രയോഗം മിതവും എന്നാൽ അർത്ഥവത്തുമായിരിക്കണം. ഇതാ നമുക്ക് മഹാഭാരതം കിളിപ്പാട്ടിലെ 2 ഭാഗങ്ങളിലെ കുറച്ച് വരികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗം, കർണനാം അംഗനരാധിപൻ എന്നുടെ ഉണ്ണികൾക്കേറ്റം പ്രധാനനായുള്ളവൻ, കുണ്ഡലമറ്റതാ വേറെ കിടക്കുന്നു ഗണ്ഡസ്ഥലമതാ പിന്നെയും മിന്നുന്നു, വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നെ വില്ലതാ വേറെ കിടക്കുന്നതീശ്വരാ, കണ്ടാൽ മനോഹരനാമവൻ തന്നുടൽ, കണ്ടാലും അൻപോടു നായും നരികളും ചെന്നു കടിച്ചു വലിക്കുന്നതിങ്ങനെ വന്നതിനെന്തൊരു കാരണം ദൈവമേ. ഈ വരികൾ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം കഴിഞ്ഞു. പാണ്ഡവർ യുദ്ധത്തിൽ വിജയിച്ചു. കൗരവ പക്ഷത്തുള്ള എല്ലാവരും തന്നെ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. അശ്വത്ഥന്മാവും
കൃതവർമാവും മാത്രമാണ് കൗരവപക്ഷത്ത് അവശേഷിച്ചത്. ഈ അവസരത്തിൽ കൗരവ മാതാവായ ഗാന്ധാരി യുദ്ധഭൂമി സന്ദർശിക്കുകയാണ്. തന്റെ പുത്രന്മാരെയും ബന്ധുജനങ്ങളെയും അവരുടെ അവസ്ഥകൾ കണ്ട് അതിദയനീയമായി വിലപിക്കുകയാണ്. ആ വിലാപമാണ് സ്ത്രീപർവത്തിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഭാഗത്ത് കർണനെ കണ്ടിട്ട്, കർണന്റെ ശരീരം കണ്ടിട്ട് ഗാന്ധാരി വിലപിക്കുന്നു. കർണൻ എന്നു പേരുള്ള അംഗ രാജാവ്, എന്റെ മക്കൾക്ക്, എന്റെ ഉണ്ണികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ, അയാളിതാ യുദ്ധഭൂമിയിൽ അമ്പും വില്ലുമെല്ലാം താഴെ വീണ് മരണപ്പെട്ടു കിടക്കുന്നു. സുന്ദരനായ ആ കർണന്റെ ശരീരം ഇതാ യുദ്ധഭൂമിയിൽ നായും നരികളും എല്ലാം കടിച്ചു വലിക്കുകയാണ് അവയുടെ ഭക്ഷണത്തിനായിട്ട്. എന്തൊരു ദൈവമേ, ഇങ്ങനെയെല്ലാം വന്നതിന് കാരണം എന്താണ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് അതിദയനീയമായിട്ട് ആ മാതാവ് വിലപിക്കുന്നു. ഇതാണ് ഈ ഭാഗത്തിന്റെ അർത്ഥം. യുദ്ധത്തിൽ മരിക്കുക എന്ന് പറയുന്നത് വീരസ്വർഗം പ്രാപിക്കുക എന്നതാണ്. യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്ന ആ വീരന്മാരുടെ ജഡങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി സംസ്കരിക്കുക പതിവില്ല. ആ യുദ്ധഭൂമിയിൽ തന്നെ ഇടുകയാണ് ചെയ്യുക. അത് ഇതുപോലെയുള്ള മൃഗങ്ങൾ വന്ന് അവയുടെ ഭക്ഷണമാക്കി മാറ്റും. അതായിരുന്നു അക്കാലത്ത് ചെയ്തിരുന്നത്. ഇനി നമുക്ക് മറ്റൊരു കവിതാഭാഗം നൽകിയിട്ടുണ്ട്. അത് മഹാഭാരതം കിളിപ്പാട്ടിലെ തന്നെ ദ്രോണപർവത്തിലെയാണ്. ഇവിടെ സംഭ്രമത്തോടൊരു ബാണം പ്രയോഗിച്ചാൻ ഉംബർഗോൻ തന്നെ നന്ദനൻ അർജുനൻ, വാരണവീരൻ തലയറ്റു വില്ലറ്റു, വീരൻ ഭഗദത്തൻ തന്റെ തലയറ്റു, നാലാമത് ആനതൻ വാലുമരിഞ്ഞിട്ട് കോലാഹലത്തോടു പോയതു ബാണവും. ഈ വരികളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നരകാസുരന്റെ പുത്രനാണ് ഭഗദത്തൻ. അയാൾ വലിയ യോദ്ധാവാണ്, യുദ്ധത്തിൽ വലിയ പ്രാഗൽഭ്യമുള്ള ആളാണ്. തന്റെ ആനപ്പുറത്തിരുന്നാണ് ഭഗദത്തൻ യുദ്ധം ചെയ്യുന്നത്. ആനയാണെങ്കിലോ ഒരു കൊലയാനയും, എല്ലാവിധ യുദ്ധ നൈപുണ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ആന. 10 ദിവസമാണ് ഭഗദത്തൻ കൗരവർക്ക് വേണ്ടി കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യുന്നത്. 10ാമത്തെ ദിവസം ഭഗദത്തനോട് എതിരിടുന്നത് പാണ്ഡവരിൽ ശക്തിമാനായ ഭീമനാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ ഭഗദത്തന്റെ ആന നമ്മുടെ ഭീമസേനനെ എടുത്ത് മുകളിലേക്ക് എറിയുന്നു. വളരെ ഉയരത്തിലേക്ക് പൊങ്ങിപ്പോയ ഭീമൻ താഴത്തേക്ക് പതിക്കുമ്പോൾ തന്റെ കൊമ്പുകളിൽ കൊരുത്ത് കൊല്ലാനായിട്ട് ആന കൊമ്പുകൾ മുകളിലേക്ക് ഉയർത്തി അങ്ങനെ നിൽക്കുന്നു. ഏതൊരു നിമിഷവും അത് സംഭവിക്കാം. ഇത് ദൂരെ നിന്ന് അർജുനൻ കാണുന്നു. അർജുനൻ സംഭ്രമത്തോടെ ഓടി വരികയാണ്. ഓടി വന്നിട്ട് തന്റെ കയ്യിലിരുന്ന വില്ലിൽ നിന്നും ഒരു അമ്പ് തൊടുക്കുകയാണ്. ഒരേ ഒരു അമ്പ്, ഒരേ ഒരു ബാണം. അത് ഈ കൊലയാനിയായ ആനയുടെ ശിരസും അതിന്റെ വാലും അറുത്തുകൊണ്ട് ആ ഭഗദത്തന്റെ കൂട്ടത്തിൽ ഭഗദത്തന്റെ ശിരസും അറുത്തുകൊണ്ടു പോകുന്നു. ഒരു നിമിഷം കൊണ്ട് ഒരൊറ്റ അമ്പിനാൽ ഇവിടെ എത്ര സംഭവങ്ങളാണ് കവി ആവിഷ്കരിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ മുകളിലേക്ക് പോയ ഭീമൻ വന്നു വീഴുന്നത് ഈ ചത്ത് മലർന്നു കിടക്കുന്ന കൊലയാനയുടെ ശരീരത്തിലേക്കാണ്. എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ കവി എഴുത്തച്ഛൻ ഈ ഒരു ഭാഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു അതിവേഗതയിലുള്ള ഒരു ചലച്ചിത്ര രംഗം നമ്മൾ നമ്മുടെ മനസ്സിലൂടെ കാണുന്നത് പോലെയാണ് ആ ഭാഗങ്ങൾ കടന്നു പോകുന്നത്. ശരിയല്ലേ? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. മുകളിൽ നൽകിയ വരികൾക്കും പാഠഭാഗത്തിനും യോജിച്ച താളം കണ്ടെത്തി അവതരിപ്പിക്കുക. താളം കണ്ടെത്താനാണ് പറഞ്ഞത്. ഞാൻ 2 രീതിയിൽ ഇവിടെ ചൊല്ലിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പല പല താളങ്ങൾ കണ്ടെത്താവുന്നതാണ്. കവിതയുടെ ഭാവത്തിനനുസരിച്ച് താളത്തിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ഒന്ന് ചർച്ച ചെയ്തു നോക്കൂ. മുകളിൽ നൽകിയ കാവ്യഭാഗങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് പ്രയോഗഭംഗി, ശബ്ദഭംഗി, വാഗ്മയ ചിത്രങ്ങൾ തുടങ്ങിയവ കണ്ടെത്തി എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകളെ കുറിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം അല്ലെ ഉപന്യാസം? ഇതാ
എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനയുടെ സവിശേഷതകൾ. മഹാഭാരതം കിളിപ്പാട്ടിലെ സ്ത്രീ പർവ്വത്തിലെ വരികളാണ് ആദ്യ കാവ്യഭാഗം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ദിവസം യുദ്ധഭൂമിയിലെത്തുന്ന ഗാന്ധാരി വീരമരണം പ്രാപിച്ച തന്റെ പുത്രന്മാരടങ്ങുന്ന ബന്ധുക്കളെ കണ്ട് വിലപിക്കുന്ന ഈ ഭാഗത്ത് കരുണരസം നിറഞ്ഞു നിൽക്കുന്നു. യുദ്ധഭൂമിയിൽ വധിക്കപ്പെട്ടു കിടക്കുന്ന കർണന്റെ ശരീരം നായും നരികളും കടിച്ചു വലിക്കുന്നത് വർണ്ണിക്കുന്നത് വായനക്കാരനെ ദുഃഖത്തിലാക്കുക തന്നെ ചെയ്യും. തന്റെ എല്ലാമെല്ലാമായ താൻ വളരെയധികം സ്നേഹിക്കുന്ന ദുര്യോധനൻ യുദ്ധഭൂമിയിൽ അങ്ങനെ വധിക്കപ്പെട്ടു കിടക്കുന്നത് കാണുമ്പോൾ ഗാന്ധാരി വിലപിക്കുന്നത് ഇങ്ങനെയാണ്: വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ എന്ന്. ഗാന്ധാരിയുടെ ഇത്തരത്തിലുള്ള വിലാപ വർണ്ണന ഹൃദയമുള്ളവർക്ക് കണ്ണുനീർ വാർക്കാതെയും തൊണ്ടയിടറാതെയും വായിക്കുവാൻ സാധ്യമല്ല. ഈരടികളിൽ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരേപോലെ വരുന്ന ദ്വിതീയാക്ഷരപ്രാസം കാവ്യത്തിന് ശബ്ദഭംഗിയും നൽകുന്നുണ്ട്. രണ്ടാമത്തെ കാവ്യഭാഗത്ത് യുദ്ധവർണ്ണനയാണ് കാണപ്പെടുന്നത്. അർജുനൻ തൊടുത്തുവിടുന്ന അമ്പേറ്റ് ആനയുടെ വാലും ശിരസും അറ്റുപോകുന്നതും ഭഗദത്തൻ ഉൾപ്പെടെ വധിക്കപ്പെടുന്നതുമായ രംഗവർണ്ണന ഉജ്ജ്വലം തന്നെയാണ്. യുദ്ധവർണ്ണനയിലൂടെ യുദ്ധം നേരിട്ട് കാണുന്ന ഒരു പ്രതീതി കവി ഇവിടെ സൃഷ്ടിക്കുന്നു. വാരണവീരൻ തലയറ്റു വില്ലറ്റു വീരൻ ഭഗദത്തൻ തന്റെ തലയറ്റു. ഈ വരികളൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ആദ്യ അക്ഷരം ഒരുപോലെ വരുന്ന ആദ്യാക്ഷരപ്രാസവും രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്ന ദ്വിതീയാക്ഷരപ്രാസവും അവസാനത്തെ അക്ഷരം ഒരുപോലെ വരുന്ന അന്ത്യാക്ഷരപ്രാസവും വന്നിരിക്കുന്നത് കവിതയുടെ ശബ്ദഭംഗി വർദ്ധിപ്പിക്കുന്നു. ഖാണ്ഡവ ദഹന ഘട്ടത്തിൽ ജരിത എന്ന ശാർഗ പക്ഷിയും അതിന്റെ കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണം അത്യന്തം ഹൃദയസ്പർശിയായി കവി പറയുന്നുണ്ട്. ഇവിടെ പക്ഷികളുടെ സംഭാഷണം തന്നെയാണെന്ന് അനുവാചകർക്ക്, അതായത് വായനക്കാർക്ക് തോന്നുന്ന വിധത്തിലാണ് കവി ഭാഷ പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഇതാ 4 വരികൾ ഇവിടെ. നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കൂട്ടി തിറമൊടു കെട്ടി കരിമുകിലൊത്ത ചിഗുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും. ഇങ്ങനെ തുടങ്ങുന്ന വർണ്ണന ശ്രീകൃഷ്ണ ഭഗവാന്റേതാണ്, ഭഗവാനെ വർണ്ണിക്കുന്നതാണ്. ആ വർണ്ണന കണ്ടാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു വാഗ്മയ ചിത്രം തന്നെ രൂപം കൊള്ളും. എഴുത്തച്ഛൻ കൃതികളിലെ വർണ്ണനകളിൽ ഭക്തിഭാവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആത്മീയതയും സാഹിത്യവും ഒരേ അളവിൽ ചേർത്താണ് എഴുത്തച്ഛൻ രചനകൾ നടത്തിയിട്ടുള്ളത്. അന്നുവരെ കാണാതിരുന്ന രസങ്ങളെയും ഭാവങ്ങളെയും കവിതയിൽ പ്രകടമാക്കി അനന്യസാധാരണമായ ശൈലിയിൽ വർണ്ണിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതാ മറ്റൊരു ചോദ്യം. മന്നവ കേൾക്ക ഭരദ്വാജ നന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ. വിശകലനക്കുറിപ്പ് എഴുതുക. ഭീഷ്മ പിതാമഹൻ യുദ്ധഭൂമിയിൽ വീണപ്പോൾ അടുത്ത സേനാപതിയായി സുയോധനൻ കർണനെ വാഴിക്കാൻ തീരുമാനിച്ചു. എന്നാൽ കർണനാകട്ടെ തന്നെക്കാൾ അർഹനായിട്ടുള്ളത് ഭരദ്വാജ നന്ദനായ ദ്രോണരാണെന്നും ഇന്നുള്ള യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനാണെന്നും അതിനാൽ ദ്രോണരെ സേനാപതിയാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ഒരർത്ഥത്തിൽ കർണന്റെ വാക്കുകൾ അർത്ഥവത്താണ്. കാരണം ധനുർവേദം മാത്രമല്ല മറ്റു 4 വേദങ്ങളും ശാസ്ത്രങ്ങളും അറിയാവുന്ന ആളാണ് ദ്രോണർ. കൂടാതെ ആഗ്നേയാസ്ത്രം, ത്രയംബകാസ്ത്രം, ബ്രഹ്മാസ്ത്രം എന്ന് തുടങ്ങി എല്ലാ ആയുർവിദ്യകളും വശമാക്കിയിട്ടുമുണ്ട്. അതിനു പുറമെ ഭാർഗവരാമൻ പരശുരാമനിൽ നിന്നും അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ വിദ്യകളും ദ്രോണർ നേടിയെടുത്തിട്ടുമുണ്ട്.
ചുരുക്കത്തിൽ എല്ലാവിധ യുദ്ധതന്ത്രങ്ങളും സാമർഥ്യവുമുള്ള ഒരു യോദ്ധാവ് തന്നെയായിരുന്നു ദ്രോണർ. അതിനാൽ കർണന്റെ തീരുമാനം ഇവിടെ ഉചിതമായിരുന്നു. നമ്മുടെ കഥകളതി മോഹനം എന്ന കാവ്യഭാഗത്തിലെ വരാൻ സാധ്യതയുള്ള ഏകദേശം എല്ലാ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഞാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.